ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് 2 വലിയ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചു. എന്നിട്ട് നമ്മൾ അതിന് ആവശ്യമുള്ളത് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. ചെറുതായിട്ട് ചൂടുള്ളപ്പോൾ എടുത്താൽ മതി കേട്ടോ. നല്ല ചൂടോടുകൂടി തൊലി പൊളിക്കണ്ട, കൈ പൊള്ളാണ്ട് തൊലി പൊളിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂനട്ട്, ഒരു പിടി കാഷ്യൂനട്ട് എടുത്തു. അത് കുതിർത്തി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുത്തു. അങ്ങനെ ആ പേസ്റ്റ് നമ്മൾ ഈ തൊലി കളഞ്ഞ് വെച്ച മധുരക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് പൊടി വേണം. 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് പുട്ടുപൊടിയൊന്നും അല്ല കേട്ടോ, സാധാ നൈസ് പൊടിയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ ഉള്ളിയാണ് കേട്ടോ വേണ്ടത്. ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഈ ഉള്ളിയും ജീരകവും ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇവിടെ പുട്ടുണ്ടാക്കുമ്പോൾ ഉള്ളിയും ജീരകം ചേർക്കും, അതുകൊണ്ടാണ് ഇവിടെ ചേർത്തത്. അപ്പോൾ ഈ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും മണം പുട്ടിൽ ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട. ഇനി നമ്മൾ ചെയ്യാനുള്ളത് വേറെ ഇനി വെള്ളമൊന്നും മിക്സ് ചെയ്യണ്ട. ഇതിങ്ങനെ കൈകൊണ്ട് ഉടച്ച് ഈ പൊടി മൊത്തം ഈ മധുരക്കിഴങ്ങിൻ്റെ വെള്ളം കൊണ്ട് നനച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിരുമ്മി എല്ലാ പൊടിയും നനച്ചെടുക്കുക. കട്ടയൊക്കെ സാധാരണ ഇങ്ങനെ കൈകൊണ്ട് ഉടച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇത് നനവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളതിലേക്ക് കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നനവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാനായിട്ട് ഇതുപോലെ 2 കൈപ്പിടിയിലുള്ള പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് കുറേ ഉണ്ടാവും കേട്ടോ, കുറേ പൊടിയുണ്ട്. കാരണം മധുരക്കിഴങ്ങും പിന്നെ പൊടിയും കൂടെ ചേർത്തപ്പോൾ കുറേ അളവ് വോളിയം കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് അതിലെടുത്ത് പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യാം. കൂടുതൽ എടുത്തു വയ്ക്കും, കൂടുതൽ ഇങ്ങനെ നനച്ച് വയ്ക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണ്ടല്ലോ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് അന്നേക്ക് ഉള്ളത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്തു വയ്ക്കും. കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കുഴച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ തുറന്നത്. വീണ്ടും നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി ഇത് യോജിപ്പിച്ചോളൂ. അപ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരിക പുട്ട്. എത്ര ഇങ്ങനെ പൊടി ഇങ്ങനെ തിരുമ്മി കൊടുക്കണോ അത്രയ്ക്കും നല്ലതാണ് പുട്ടിന്. ഇനി ഇതേ നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് ഒരു പാത്രം മാറ്റി വെച്ചു കേട്ടോ. അത് നമുക്ക് അടുത്ത ദിവസം പുട്ടുണ്ടാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളതാണ് അന്നത്തെ ദിവസത്തേക്ക് എടുത്തു വെച്ചത്. ഇതുപോലെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടായാലും പുട്ടുണ്ടാക്കാൻ പറ്റും. ഇനി സാധാരണ പോലെ തന്നെ നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത്ര അളവ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആ മിക്സ് ചെയ്ത് വെച്ച മധുരക്കിഴങ്ങിൻ്റെ ആ പൊടി ഇട്ട് കൊടുക്കുക. ഈ പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാഷ്യൂനട്ടൊക്കെ കൂടി ചേർത്ത കാരണം വെറുതെ പഴം കൂട്ടി കഴിച്ചാലും മതി. കാരണം നമുക്ക് വിശക്കില്ല പെട്ടെന്ന്, എല്ലാം ഇതിലുള്ളതല്ലേ, അതുകൊണ്ട്. ഇനി ഇത് ആവി കയറ്റി 2 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. 2 മിനിറ്റ് ആവി വന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്താൽ പുട്ട് വെന്തിട്ടുണ്ടാവും. അതെ, ആവി വന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടാ. നല്ല ഭംഗിയില്ലേ, നല്ല കസ്റ്റാർഡിൻ്റെ ഒക്കെ കളറല്ലേ, നല്ല രസമാണ് കേട്ടോ തനിയെ കഴിക്കാൻ. പപ്പടവും പുഴുങ്ങാത്ത പഴവും കൂട്ടിയിട്ട് കഴിക്കാം ഇതുപോലെ. അതുപോലെ തന്നെ കറി കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാം. ഇത് നല്ല രസമുണ്ട്, എങ്ങനെ കഴിച്ചാലും. പഴം കൂട്ടിയിട്ടും കഴിക്കാം, കറി കൂട്ടിയിട്ടും കഴിക്കാം, ഇഷ്ടമുള്ള പോലെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ ചെറുപയർ കറിയും പപ്പടവും പഴവും കൂട്ടി കഴിച്ചു. മറ്റേത് പുഴുങ്ങാത്ത പഴവും പപ്പടവും കൂട്ടി കഴിച്ചു. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ കുറച്ചിട്ടിട്ട് അങ്ങനെയും കഴിക്കാം, നല്ല സ്വാദുണ്ടാവും. അപ്പോൾ ഇതുപോലെ മധുരക്കിഴങ്ങിൻ്റെ പുട്ടുണ്ടാക്കി നോക്കാത്തൊരൊന്നും ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അപ്പോൾ മനസ്സിലാവും അതിൻ്റെ രസം എങ്ങനെയാണെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുക. ബൈ.